മുളപ്പിച്ച കശുവണ്ടി വിളവെടുത്ത ശേഷം വൃത്തിയാക്കി പാകം ചെയ്യുന്നതിന് മുമ്പായിട്ട്. നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കശുവണ്ടി എങ്ങനെ അനായാസം വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. ഈ കാണുന്ന കശുമാവുകളിൽ നിന്നും ശേഖരിച്ച കശുവണ്ടികളാണ് മുളപ്പിച്ച് കാണിക്കുന്നത്. കശുവണ്ടി ശേഖരിക്കുന്നത് മുതൽ നടിയിൽ വസ്തുക്കൾ, നടേണ്ട രീതി, നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിളവെടുക്കുന്നത്, പാകം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, കശുവണ്ടി മുളപ്പിച്ചതിൻ്റെ ഗുണങ്ങളും വാണിജ്യ സാധ്യതകളും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. ഈ 2 കശുമാവുകൾ നട്ടിട്ട് 2 വർഷങ്ങളായി. നട്ട ആദ്യ വർഷം തന്നെ 15 കശുമാവുകൾ ലഭിച്ചു. ഒന്നിന് 80 രൂപ വെച്ച് വാങ്ങിയ ഗ്രാഫ്റ്റ് ചെയ്ത ഹൈബ്രിഡ് വെറൈറ്റി തൈകളാണ് നട്ടത്. ഇത് അധികം പൊക്കം വെച്ച് വലിയ മരങ്ങളായി മാറില്ല. അതുകൊണ്ട് തന്നെ അധികം സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കും വളർത്താം. ഈ സീസണിൽ, അതായത് 2ാം വർഷം, 2 മരങ്ങളിൽ നിന്നുമായി ഏകദേശം 250ഓളം കശുമാങ്ങകൾ ലഭിച്ചു. ഇനി കശുവണ്ടി മുളപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. മുളപ്പിക്കാനായി കരുതി വച്ചിരിക്കുന്ന കശുവണ്ടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 48 മുതൽ 56 മണിക്കൂറുകൾ വരെയാണ് കശുവണ്ടികൾ വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടത്. വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കശുവണ്ടിക്കറ ഇളകുന്നതിനാൽ പിന്നീട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് നിർബന്ധമായിട്ടും ധരിക്കണം. നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ കശുവണ്ടിക്കറ വീണ് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് നിർബന്ധമായിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കണം. നന്നായി കഴുകിയെടുത്ത കൊക്കോപീറ്റാണ് നടിയിൽ മിശ്രിതമായി ഉപയോഗിക്കുന്നത്. നേരത്തെ വെള്ളത്തിലിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടികൾ ഈ രീതിയിൽ വേണം നടുവാനായിട്ട്. ഈ വളഞ്ഞ ഭാഗം താഴെയായിരിക്കണം. കശുവണ്ടികൾ ഓരോന്നായി നടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഓർക്കണം. പത്ത് കശുവണ്ടികളാണ് ഒരു ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നത്. കശുവണ്ടികൾ നട്ട ശേഷം കൊക്കോപീറ്റ് കൊണ്ട് മൂടുന്നത് ശ്രദ്ധിക്കുക. നന്നായി നനഞ്ഞ കൊക്കോപീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നട്ട ശേഷം 2-3 ദിവസത്തേക്ക് ചട്ടികൾ മൂടി വയ്ക്കുന്നത് പെട്ടെന്ന് മുളച്ചു വരാൻ സഹായിക്കും. കശുവണ്ടികൾ ഏകദേശം 2 ആഴ്ച കൊണ്ട് പൂർണ്ണമായും മുളച്ചു കിട്ടും. നേരത്തെ നട്ടുമുളപ്പിച്ചു വെച്ചിരുന്ന കശുവണ്ടികളാണിത്. 10 കശുവണ്ടികൾ തന്നെയായിരുന്നു നേരത്തെ നട്ടത്. അത് ഇനി വിളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച ഗുണനിലവാരമുള്ള കശുവണ്ടികൾ തിരഞ്ഞെടുത്ത് നട്ടതുകൊണ്ടാണ് എല്ലാം മുളച്ചു കിട്ടിയത്. ചിലപ്പോൾ 1-2 മുളയ്ക്കാതെയും ഇരിക്കാറുണ്ട്. ഇത്തവണ എല്ലാം മുളച്ചു കിട്ടി. വിളവെടുത്ത ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്ത് വൃത്തിയായി ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ക്ലീൻ ചെയ്ത ശേഷം കശുവണ്ടി മുളപ്പിച്ചത് ഇതുപോലെ ഇരിക്കും. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പാകം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പാകം ചെയ്യുന്നതിന് മുമ്പ് കശുവണ്ടി മുളപ്പിച്ചത് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വയ്ക്കുന്നത് അവയിലുള്ള കശുവണ്ടിക്കറയുടെ നേരിയ അംശം പൂർണ്ണമായി നീക്കുവാൻ സഹായിക്കുന്നു. കശുവണ്ടി മുളപ്പിച്ചത് ഉപയോഗിച്ചുള്ള നിരവധി പാചകവിധികൾ ലഭ്യമാണ്. കൂടാതെ നിരവധി മൂല്യവർദ്ധിത വസ്തുക്കളും കശുവണ്ടി മുളപ്പിച്ചതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കാഷ്യൂ സ്പ്രൗട്ട് സൂപ്പ് പ്രീമിക്സ്
കാഷ്യൂ സ്പ്രോട്ട് പിക്കിൾസ് എന്നിവ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.